എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ, ദൈവമേ അങ്ങ് എന്നെ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ച് കളഞ്ഞത്, അല്ലെങ്കിൽ അങ്ങേക്ക് എന്നെ ആവശ്യമില്ലേ, എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. പിന്നെ നമ്മൾ തന്നെ ആശ്വസിക്കും. എന്താ പറയണം, നമ്മൾ പറയും, ഓ എൻ്റെ ഒന്നും കാര്യത്തിലൊന്നും ദൈവം ഇടപെടത്തില്ലപ്പാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭാഷണങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ വന്നു പോകാം. സാധാരണക്കാരുടെ ജീവിതത്തിൽ അങ്ങനെ വന്നു പോകാം. കാരണം എന്താ, നമ്മൾ വിചാരിക്കുന്ന നമ്മൾക്കൊന്നും വേണ്ടി ദൈവം ഇറങ്ങത്തില്ല, ദൈവം വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇറങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെയേ ദൈവം പെട്ടെന്ന് ഇടപെടത്തുള്ളൂ എന്നൊക്കെയുള്ളൊരു ധാരണയിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യത്തിൻ്റെ ആ ഒരു തീഷ്ണത കൊണ്ട് നമ്മൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു പോയെന്ന് ഒക്കെ ഇരിക്കാം. എന്നാൽ ഇവിടെ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് പ്രതികാരം വീട്ടിയ ഒരു ദൈവത്തെ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അതാരാന്നറിയാമോ? 37-ാം അധ്യായത്തിൽ നമ്മൾക്ക് ഒരു യോസെഫിനെ കാണാനായിട്ട് പറ്റും. യോസെഫ് ആരാ? യാക്കോബിൻ്റെ മകനാ അല്ലേ? അപ്പോൾ ഈ യോസെഫിനെ സംബന്ധിച്ചിടത്തോളം യോസെഫ് എന്താണ്? യാക്കോബായ അപ്പൻ്റെ ഒരു പ്രിയപുത്രനായിരുന്നു. എന്നുവെച്ചാൽ ഒത്തിരി ഇഷ്ടമുള്ള മകനായിരുന്നു. കാരണം എന്താ, അത് വാർദ്ധക്യത്തിലുണ്ടായതോ തനിക്ക് ഇഷ്ടമുള്ള ഭാര്യയിലുണ്ടായ മകനാണ്. അതുകൊണ്ട് അവനോടൊരു പ്രത്യേക ഇഷ്ടം കൂടുതലാണ് അപ്പന്. അപ്പോൾ ഇത് ആർക്കറിയാം? കൂട്ടുകാർക്ക്, അവൻ്റെ സഹോദരന്മാർക്കൊക്കെ അറിയാം. അപ്പോൾ അത് കൂടാതെ വേറെ കാര്യവും കൂടി ഉണ്ട്. ഈ സഹോദരന്മാരുടെ കള്ളത്തരങ്ങളും അവരുടെ വിഷയങ്ങളും അവരുടെ ദുശ്രുതികളൊക്കെ ആരാണ്? ഈ യോസെഫ് ചെന്നിട്ട് അപ്പൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ സഹോദരന്മാർക്ക് ഈ യോസെഫിനോട് ഒന്നാമത് പകയാണ്. ഇനി രണ്ടാമത് എന്താണ്? അപ്പൻ അവനെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ള പക. ഇനി മൂന്നാമത് എന്താണ്? മൂന്നാമത് പുള്ളി ഒരു സ്വപ്നവും കൂടെ കണ്ടു. ആ സ്വപ്നം എന്തായിരുന്നു? ഒരു കറ്റ ഇങ്ങനെ, പുള്ളിയുടെ കറ്റ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു, ബാക്കി കറ്റകളൊക്കെ പുള്ളിയെ വണങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതും സഹോദരന്മാർക്ക്, അവർക്ക് അർത്ഥമൊക്കെ വേഗം മനസ്സിലായി അല്ലേ? അവർക്ക് പെട്ടെന്ന് അർത്ഥം മനസ്സിലായി. അവർ പറഞ്ഞു, ഓ ഞങ്ങളൊക്കെ നിന്നെ വണങ്ങുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു കാര്യം കേട്ടപ്പോൾ അപ്പനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. എന്നാൽ അടുത്ത സ്വപ്നം വന്നപ്പോഴത്തേക്കും അപ്പനും ഒരു ചെറിയ ഇഷ്ടക്കേട് തോന്നി. അവിടെ എന്തായിരുന്നു? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം എന്നെ നമസ്കരിക്കുന്നു എന്ന് വെച്ചാൽ അപ്പനും അമ്മയും എല്ലാവരും എന്നെ നമസ്കരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് യോസഫ് ആ സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ സ്വപ്നം കണ്ടത് പറഞ്ഞപ്പോൾ അവർക്ക് ആ സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലായി. അപ്പോൾ അപ്പന് പോലും ഒരു ഇഷ്ടക്കേടങ്ങ് തോന്നിയെന്ന് നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ ഓർക്കുക, യോസെഫ് തെറ്റൊന്നും ചെയ്തതല്ല. യോസെഫ് ഒന്നാമത്തത് തെറ്റിനെതിരെ പ്രതികരിച്ചു. ഇനി രണ്ടാമത്തത് എന്താണ്? അപ്പന് യോസെഫിനോട് ഒരു ഇഷ്ടം കൂടുതലുണ്ട്. ഇനി മൂന്നാമത്തത് എന്താണ്? അവൻ കണ്ട ഒരു സ്വപ്നം അങ്ങ് പറഞ്ഞു. പക്ഷേ യോസെഫിന് അറിഞ്ഞുകൂടായിരുന്നു തൻ്റെ സഹോദരന്മാർ തന്നെ ഇത്ര പകയ്ക്കുന്നുണ്ട് എന്നും പുള്ളിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പുള്ളി അതുകൊണ്ട് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റൊരു വിധത്തിൽ വ്യാഖ്യാനിക്കാം. ഇനി അല്ലെങ്കിൽ ഈ സഹോദരന്മാർ തന്നെ വെറുക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ പുള്ളി അതൊന്ന് സ്വപ്നം അങ്ങ് വിവരിച്ചു തരിക്കും, അല്ലെങ്കിൽ തൻ്റെ സഹോദരന്മാർക്ക് തനിക്ക് വില തരുന്നില്ല എന്ന് കണ്ടപ്പോൾ പുള്ളി അങ്ങതങ്ങ് പറഞ്ഞതായിരിക്കാം. എന്തായാലും എനിവേ, കാര്യം എന്താണെങ്കിലും അത് യോസെഫിന് എന്തായിട്ട് തീർന്നു? വിഷയമായിട്ട് തീർന്നു അല്ലേ? അപ്പോൾ സഹോദരന്മാരുടെ അടുത്തേക്ക് ആടിനെ മേയ്ക്കാൻ സഹോദരന്മാർ പോയപ്പോൾ അപ്പൻ എന്താ ചെയ്തത്? യോസെഫിനെ അങ്ങോട്ട് അയച്ചു അല്ലേ? പിന്നെ നമ്മൾക്കറിയാം, കഥ അറിയാം. യോസെഫിന് എന്താ പറ്റിയത്? അവനെ ആദ്യം കൊന്നുകളയാൻ തീരുമാനിച്ചു. പിന്നെ എന്താണ്? രൂപൻ ഇടപെട്ട് എവിടെ ഇട്ടു? ഒരു പൊട്ടക്കിണറിനകത്തിട്ടു. അവിടുന്ന് പിന്നെ എന്താണ്? അവിടുന്ന് നമ്മുടെ യഹൂദ എന്ത് ചെയ്തു? അവനെ അവിടുന്ന് വലിച്ചു കയറ്റി ഇസ്മേലി കച്ചവടക്കാർക്ക് വിറ്റു അല്ലേ? അപ്പോൾ ഇസ്മേലി കച്ചവടക്കാർ എന്ത് ചെയ്തു? അവർ മിസ്രൈമിലെ ഫറവോൻ്റെ അകമ്പടി നായകനായ പൊത്തിഫറിന് വിറ്റു അല്ലേ? അപ്പോൾ ഈ പൊത്തിഫറിന് വിറ്റ് കഴിഞ്ഞപ്പോൾ പൊത്തിഫർ എന്താ ചെയ്തത്? പൊത്തിഫറിൻ്റെ വീട്ടിലോട്ട് അവനെ അങ്ങ് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ യഹോവയാം ദൈവം ആരോട് കൂടെ ഉണ്ടായിരുന്നു? യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾക്കറിയാം. എന്നിട്ട് എന്താണ് സഹോദരന്മാരെ ചെയ്തതറിയാം? അവൻ മരിച്ചുപോയി എന്ന് കാണിക്കുവാൻ വേണ്ടി അപ്പൻ്റെ അടുത്ത് അവൻ്റെ അങ്കിക്കകത്ത് എന്താണ്, ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് അതിൻ്റെ ചോരയൊക്കെ തടിച്ചിട്ട് അപ്പൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചിട്ട് പറഞ്ഞു, മകനെ ഒരു വന്യമൃഗം കടിച്ചു തിന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ അപ്പന് വിഷമിച്ചു പോയി അല്ലേ? കള്ളത്തെളിവ് അങ്ങോട്ട് മക്കൾ കൊണ്ട് കൊടുത്തത്. അപ്പോൾ അപ്പൻ അങ്ങ് കരഞ്ഞ് മകനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന യാക്കോബിനെ നമ്മൾക്കവിടെ കാണുവാനായിട്ട് കഴിയാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾക്കറിയാം പൊത്തിഫറിൻ്റെ വീട്ടിൽ എന്താ സംഭവിച്ചതും? അവിടെ ദൈവം ആരോട് കൂടെ ഉണ്ടായിരുന്നു? യോസെഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ടവൻ ചെന്ന ഇടമൊക്കെ എന്താ ചെയ്തിരിക്കുന്നത്? ദൈവം അങ്ങ് അനുഗ്രഹിക്കുവാനായിട്ട് തുടങ്ങി അല്ലേ? നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയല്ലേ? ചില സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്താണ്, അവിടെ അതുവരെ വിടുതലില്ലാത്ത പല വിഷയങ്ങൾക്കും വിടുതൽ കാണുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ? ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവ് ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കെട്ടപ്പെട്ട് കിടന്ന വിഷയങ്ങൾക്കൊക്കെ വിടുതലായി, എന്താ നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതലില്ലല്ലോ എന്ന് ഞാനൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്കറിയാം, അനുഗ്രഹിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ
തിരഞ്ഞെടുക്കപ്പെട്ടവർ എവിടെ ചെന്നാലും അവിടെ എന്താണ്, അവിടെയുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എന്താണ് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അല്ലേ. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. പൊത്തിഫറിൻ്റെ വീട്ടിൽ ആരാണ്? പൊത്തിഫറിൻ്റെ കുടുംബം അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ പൊത്തിഫറിന് എന്താണ്, കൂടുതൽ അങ്ങ് സന്തോഷമായി. അവനെ തൻ്റെ ഭക്ഷണം കഴിക്കുന്നതിനകത്ത് ഒഴികെ ബാക്കി എല്ലാത്തിനകത്തും ആധിപത്യ മാർക്ക് കൊടുത്തു, യോസെഫിന് കൊടുത്തു. അപ്പോൾ യോസെഫിൻ്റെ ചുറുചുറുക്കും പിന്നെ ചെറുപ്പക്കാരനാണ്, യോസെഫിൻ്റെ സൗന്ദര്യവും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് എന്താണ്, യോസെഫിനോടൊരു ഇഷ്ടം അങ്ങ് തോന്നി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്നാണ് നമ്മൾക്കറിയാം. അവിടെയും കള്ളത്തെളിവ് അല്ലേ. അവൻ എന്താ ചെയ്തത്, പാപം ചെയ്യാതിരിക്കുവാൻ തൻ്റെ അങ്കി അവിടെ ഊരിയിട്ടിട്ട് പോയി, അങ്കി തന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോയി. പക്ഷേ അവിടെയും അവനെതിരെ കള്ളത്തെളിവ് ഉണ്ടാക്കി അവനെ ജയിലിലടച്ചു അല്ലേ. എന്നിട്ട് അവിടെ നമ്മൾക്കറിയാം അവിടുന്ന് ദൈവം അതുപോലെ തന്നെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം കൊടുത്ത്, ഫറവോന് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം കൊടുത്ത് അവിടുന്ന് യോസെഫിനെ പുറത്ത് കൊണ്ടുവന്നു. പിന്നെ അവിടെ എവിടെ ഇരുത്തി, മിസ്രൈമിലെ മന്ത്രിപദത്തിൽ കൊണ്ടുവന്ന് ആരെ ഇരുത്തി, ഫറവോൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്ഥാനം ആർക്കാണ്, യോസെഫിന് ദൈവം കൊടുത്തു അല്ലേ, അവിടെ കൊടുത്തു. പക്ഷേ നമ്മൾ വിചാരിക്കും യോസെഫിൻ്റെ ജീവിതത്തിൽ ദൈവം വിടുതലൊക്കെ കൊടുത്തല്ലോ, അവൻ അവിടെ പോയത് അവൻ അനുഗ്രഹമായി, അവൻ മന്ത്രിയൊക്കെ ആയല്ലോ. ഒരു പക്ഷേ യോസെഫ് പോലും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചില്ല എന്ന് പറഞ്ഞ മക്കൾക്ക് എന്ത് പേരിട്ടു, മക്കൾക്ക് അങ്ങനെ പേരിട്ടു അല്ലേ. 2 മക്കൾക്ക് അതിനുള്ള പേരും കൂടെ പുള്ളി അങ്ങിട്ടു. എന്ന് വെച്ചാൽ പുള്ളി അതിനങ്ങ് സംതൃപ്തനായി. പക്ഷേ ഓർക്കണമേ, ഇനിയാണ് പോയിന്റ് കേട്ടോ, അവിടെ ദൈവം കണക്ക് പുസ്തകം അടച്ചിട്ടില്ല കേട്ടോ. യോസെഫിന് അവിടെ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു, യോസെഫിനെ മന്ത്രിയാക്കി, യോസെഫിനെ ഏറ്റവും ഉന്നത പദവിയിൽ ദൈവം കൊണ്ടുവന്ന് ഇരുത്തുകയും ചെയ്തു. അവനെ ഭാര്യയെ കൊടുത്തു, മക്കളെ കൊടുത്തു, എല്ലാ വിധത്തിലും യോസെഫിനെ അനുഗ്രഹിച്ചു. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ ദൈവത്തിൻ്റെ കണക്ക് എവിടെ കൊണ്ടാണ് തീർന്നതെന്നറിയാമോ? അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ, ആ ക്ഷാമം വരുത്തി. എനിക്ക് തോന്നുന്നു ആ ക്ഷാമം പോലും ദൈവം എന്തിനാണ് വരുത്തിയത്, ഈ യാക്കോബിൻ്റെ മക്കളെയും യാക്കോബിനെയും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് അല്ലേ, ഈ യോസെഫിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ക്ഷാമം വന്നപ്പോൾ എന്താണ്, ഈ യോസെഫിൻ്റെ അടുത്ത് വന്നു, മിസ്രൈമിലോട്ട് വന്നു അല്ലേ. അതിനുശേഷം അവർ തിരിച്ചറിയുന്ന നമ്മൾക്കറിയാം ആ കഥയൊക്കെ. അപ്പനും മക്കളും ഒക്കെ തിരിച്ചറിയുന്നു, സഹോദരന്മാർ തിരിച്ചറിയുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരവിടെ അങ്ങ് താമസവും അങ്ങ് തുടങ്ങി അല്ലേ. മകൻ്റെ കൂട്ടത്തിൽ അപ്പനും സഹോദരന്മാരും ഒക്കെ കൂടെ എന്താണ് അവിടെ അങ്ങ് താമസം തുടങ്ങി. അപ്പോഴും എല്ലാവരും വിചാരിച്ചു, നമ്മൾ വിചാരിക്കും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുക. സത്യമാണ്, യോസെഫിന് അനുഗ്രഹമാണ്. അവന് എന്താ പറയുക, മറഞ്ഞിരുന്ന അല്ലെങ്കിൽ അപ്പനെയോ സഹോദരന്മാരെയോ കാണാത്ത സിറ്റുവേഷനിൽ ദൈവം എന്ത് ചെയ്തു, അവൻ്റെ അടുത്തോട്ട് അവരെ കൊണ്ടുവന്നു. അവൻ കണ്ട സ്വപ്നം പോലെ അവൻ്റെ മുൻപിൽ അവർ വണങ്ങത്തക്കവണ്ണം അവൻ്റെ പൊസിഷനുകളെ ദൈവം ഇവിടെ മാറ്റി. പക്ഷേ അവിടെ എന്താ സംഭവിച്ചതെന്നറിയാവോ, ആ ഒരു തലമുറയെ, ആ ഒരു ജനറേഷനെ എന്താ ചെയ്തത്, ഈ യാക്കോബിൻ്റെ ആ ഒരു മക്കളുടെയും അവരുടെ തലമുറകളെ പിന്നെ എന്താ സംഭവിച്ചത്, അവിടെ മിസ്രൈമിൽ അടിമകളായിട്ട് ഇരിക്കേണ്ടി വന്നു. 430 വർഷം അവരെന്താണ് അവിടെ അടിമകളായിട്ട്, മിസ്രൈമിൽ അടിമകളായിട്ട് ഇരിക്കേണ്ടി വന്നു. ഓർക്ക് ഇതെന്തിനാ ഈ അടിമത്തം വന്നത്? ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് ഇവിടെ യാക്കോബ് അല്ലേ, നമ്മുടെ അബ്രാഹമിനോട് പറയുന്നത് എന്താണ്, അബ്രാഹമിനോട് പറയും ഒരു ഉടമ്പടി അല്ലേ, ഉടമ്പടി ചെയ്തപ്പോൾ കുറുപ്രാവിനെ പിളർന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാനും വിചാരിച്ചു ആണ്, സത്യമാണ്. അപ്പോഴാണല്ലോ ദൈവം അവിടെ പറഞ്ഞത്, നിന്റെ സന്തതി എങ്ങോട്ട് പോകും, ഇതുപോലെ തന്നെ അടിമകളായിട്ട് പോകുമെന്നുള്ള കഥയൊക്കെ ദൈവം അവിടെ നിന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ആ യാഗത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നു എന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു സംഭവം, എൻ്റെ മനസ്സിലൊരു ക്വസ്റ്റ്യനാണ്, എന്തുകൊണ്ട് ഒരു ചെറിയ യാഗത്തിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഇവരെ 430 വർഷം ഒരു തലമുറയെ ഇങ്ങനെ അടിമകളാക്കി ഇടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ കുറേ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്തൊക്കെ കേട്ടിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും എനിക്ക് അതിലൊരു തൃപ്തിയായ ഉത്തരമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു മെസ്സേജ് ദൈവം എൻ്റെ ഉള്ളിലോട്ട് തന്നത്. എന്ന് വെച്ചാൽ എന്നെ ഒന്ന് പഠിപ്പിച്ചതാണ്. എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇവർ 430 വർഷം അവിടെ അടിമയായിട്ട് പോകേണ്ടി വന്നതെന്നറിയുമ്പോൾ, യോസെഫിനെ എങ്ങോട്ടാണ് വിറ്റത്, യോസെഫിനെ അടിമയായിട്ടാണ് വിറ്റത് അല്ലേ. യോസെഫിനെ തൻ്റെ സഹോദരന്മാരുടെ അടിമയായിട്ട് അവനെ വിറ്റ് കളഞ്ഞപ്പോൾ ദൈവം അവരുടെ തലമുറകളെയും എന്താക്കി, അടിമയായിട്ട് ദൈവം മാറ്റുവാനായിട്ടിടയായി. ഓർക്കുക, ഒറ്റ വ്യക്തിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചതാണ്. ഒറ്റ വ്യക്തിക്ക് വേണ്ടിയായിരുന്നു 430 വർഷം അവരുടെ തലമുറകൾ അടിമത്തത്തിൽ കിടക്കേണ്ടി വന്നത്. അപ്പോൾ ഒറ്റ വ്യക്തിക്ക് വേണ്ടി ദൈവം ഇറങ്ങും അല്ലേ, ദൈവം ഇറങ്ങും, ഒരാൾക്ക് വേണ്ടി ഇറങ്ങും. കണക്കുകളൊന്നും ദൈവം മാറ്റി വെക്കത്തില്ല കേട്ടോ. കണക്കുകളൊക്കെ ദൈവത്തിൻ്റെ പുസ്തകത്തിനകത്ത് ദൈവം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾക്കറിയാം അവരെ അവിടുന്ന് ദൈവം വിടുവിച്ചു അല്ലേ. എൻ്റെ ജനത്തിൻ്റെ കഷ്ടം ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് മോശയുടെ നേതൃത്വത്തിൽ അവരെ കൊണ്ടുവന്നെങ്കിലും അവരെന്താണ്
എന്താണ് മരുഭൂമിയിൽ അവർ വീണ്ടും പട്ടുപോകുവാനായിട്ടൊക്കെ ഇടയായി. ഓക്കെ, അതെല്ലാം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മളുടെ ക്വസ്റ്റ്യൻ അല്ലേ, ഓ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ, എൻ്റെ കണക്കൊക്കെ ദൈവം പഴയ കണക്കുകളൊക്കെ നമ്മൾ പോലും ചിലപ്പോൾ നമ്മൾ കരഞ്ഞത്, നമ്മൾ ഒറ്റപ്പെട്ടത്, നമ്മളെ നിന്ദിച്ചത്, നമ്മളെ പരിഹസിച്ചത്, നമ്മൾക്കെതിരെ കുറ്റങ്ങൾ ചുമത്തിയത്, ഇതൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പോലും അതൊക്കെ അങ്ങ് മറക്കും അല്ലേ. കാരണം അത് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന വലിയൊരു അനുഗ്രഹമായി മറവി എന്ന് പറയുന്നത്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ മറക്കും, കുറേയൊക്കെ മനസ്സിനേറ്റ മുറിവാണെങ്കിൽ അതവിടെ അതിൻ്റെ അടിത്തട്ടിൽ അങ്ങ് കിടക്കും. ഓക്കെ, പക്ഷേ ഓർക്കുക, നമ്മൾ മറന്നാലും നമ്മളുടെ കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത് കേട്ടോ. നമ്മളുടെ കണ്ണുനീര് തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം കണക്ക് ചോദിച്ചിരിക്കും, നമ്മൾക്ക് വേണ്ടി കണക്ക് ചോദിച്ചിരിക്കും, ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ദൈവം കണക്ക് ചോദിച്ചിരിക്കും. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ഞാൻ കടന്നു പോകുന്ന സിറ്റുവേഷൻ, എൻ്റെ അടിമത്വം അല്ലെങ്കിൽ എൻ്റെ കാരാഗ്രഹം എന്ന് വെച്ചാൽ ഒറ്റപ്പെടലുകൾ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ അപ്പനും അമ്മയൊക്കെ എന്നെ വിശ്വാസത്തിൻ്റെ പേരിൽ വെറുത്ത് കളഞ്ഞത്, എന്നെ അകറ്റിക്കളഞ്ഞത്, എന്നെ അടുപ്പിക്കേണ്ടിടത്ത് അടുപ്പിക്കാതെ ഇട്ടത്, ഞാനിങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്, എൻ്റെ കണ്ണുനീര്, ഇതെല്ലാം അവിടെ അങ്ങ് ചുമ്മാ അങ്ങ് പോകും എന്ന് വെച്ചാൽ അടുത്ത നന്മ കിട്ടുമ്പോൾ അതൊക്കെ അങ്ങ് തീർന്നു പോകുമെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. അല്ല കേട്ടോ, ഓരോന്നിനും ദൈവത്തിന് കണക്കുണ്ട്. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ പേഴ്സണെ കുറിച്ച് പോലും ദൈവത്തിന് എന്തുണ്ട്, ദൈവത്തിന് കൺസേൺ ഉണ്ട് എന്ന് നമ്മൾക്കിതിനകത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അല്ലേ. കാരണം അവർ അത്രയും പേര്, ആ ഒരു സമൂഹത്തെ, ഒരു സഹോദരന്മാരെ മുഴുവൻ ദൈവം ശിക്ഷ വിധിക്കുവാനായിട്ടിടയായി. അവരെ അടിമത്തത്തിലേക്ക് 430 വർഷം അവരെ അടിമത്തത്തിലേക്ക് കൊണ്ടിടുവാനായിട്ടിടയായി. അപ്പോൾ ഓർക്കുക, ഇത് നമ്മൾ പറയും പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ അങ്ങനെ ഇല്ലാന്ന്. അങ്ങനെയൊന്നുമല്ല. പുതിയ നിയമത്തിലും ദൈവം പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലേ, ഈ ചെറിയവരിൽ ഒരുവനെ നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ, അവരുടെ ദൂതന്മാരുടെ പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും, ഓ ഇതൊക്കെ എന്തെന്ന്, ഇതിനൊന്നും വലിയ വിലയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ കൂട്ടത്തിലിരുന്ന് ആരാധിക്കുന്നവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തും അല്ലേ. ചില വലിയ സഭകളിലൊക്കെ ചില ആൾക്കാർ അങ്ങനെയാണ്. അവരുടെ ആ ഒരു ലെവലിലുള്ളവരെ കൂട്ടത്തുള്ളൂ, ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തും. ഓ ഇതിനൊന്നും വലിയ വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ശപിക്കപ്പെട്ടത്, ഇതിനൊന്നും വലിയ വിലയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ മാറ്റി നിർത്തും. അതിൻ്റെ കണ്ണുനീരുകൾക്കൊന്നും വലിയ വിലയൊന്നും കൽപ്പിക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, ഓരോ സിംഗിൾ പേഴ്സണ് വേണ്ടിയിട്ടും അവരൊരുക്കിയ സിംഗിളായിട്ടുള്ള ഒരു കണ്ണുനീരിന് പോലും കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമാണ്. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകത്തില്ല എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മളുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾക്കെതിരെയുള്ളതാണെങ്കിലും എന്താണ്, നമ്മളത് മനസ്സിലാക്കണം. നമ്മൾ മൂലം മറ്റുള്ളവർക്ക് വിഷയം വരാതെ നമ്മളും സൂക്ഷിക്കണം. നമ്മൾക്കെതിരെ വരുന്നത് അത് എന്തുമാകട്ടെ, ഏത് വിഷയവുമാകട്ടെ, നമ്മളുടെ ഒറ്റപ്പെടലുകൾ, ഇന്നലത്തെ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ ഒറ്റപ്പെടലുകൾ, നമ്മളുടെ അന്യായമായി നമ്മളെ കുറ്റം വിധിക്കുന്നത്, നമ്മൾക്കെതിരെ പഴി പറഞ്ഞ് കള്ളത്തെളിവുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്, നമ്മളുടെ പിറകിലിരുന്ന് ചിരിക്കുന്നത്, കൂട്ടം കൂടി നമ്മളെ ആക്രമിക്കുന്നത്, ചില തെറ്റുകൾക്കെതിരെ നമ്മൾ സംസാരിച്ചതിൻ്റെ പേരിൽ നമ്മളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി പലയിടത്തു നിന്നും നമ്മളെ അവോയ്ഡ് ചെയ്ത് നമ്മളുടെ പിറകിലിരുന്ന് പലരും ചിരിക്കുമ്പോൾ അവരറിയുന്നില്ല ദൈവത്തിൻ്റെ കണക്ക് പുസ്തകം ഒരിക്കൽ ദൈവം തുറക്കുമെന്ന്. അതുകൊണ്ട് ഓർക്കുക, ഇന്ന് ആരെങ്കിലും കരഞ്ഞും നിലവിളിച്ചുമൊക്കെ അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ, എനിക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് ആരെങ്കിലുമൊക്കെ പരിതപിക്കുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ദൈവത്തിന് പറയാനുള്ളത് ഒരൊറ്റ കാര്യമോ, ഒരു കണക്കും ചോദിക്കാതെ ദൈവം പോകത്തില്ല. എല്ലാ കണക്കുകളും ദൈവം കറക്റ്റായിട്ട് വീട്ടിയിരിക്കും. കാരണം എന്താണ്, ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിനകത്ത് ദൈവം ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒഴുക്കിയ ഓരോ കണ്ണുനീരും, ആരും കാണാതെ നമ്മൾ ഒഴുക്കിയ കണ്ണുനീരുണ്ടല്ലോ, അതിനൊക്കെ കണക്കുണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നമ്മൾക്കൊരു ആശ്വാസം തരികയാണ്. അതുകൊണ്ട് ഓർക്കുക, ഇന്നത്തെ കണ്ണുനീരും ഇന്നത്തെ വേദനകളും, അല്ലെങ്കിൽ ഇന്നലെ ഒഴുക്കിയ കണ്ണുനീര്, ഇന്നലെ ഒഴുക്കിയ നിന്ദകൾ, ഒറ്റപ്പെടലുകൾ, ഇതിനൊക്കെ ഒരു മറുപടി ഉണ്ട് കേട്ടോ. ദൈവം മറുപടി ചോദിക്കും. മറുപടി ചോദിക്കുമ്പോൾ നമ്മളെ ഇപ്പറേ സന്തോഷിപ്പിക്കും. എന്നിട്ടായിരിക്കും ദൈവം കണക്ക് ചോദിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ തിരിച്ചറിഞ്ഞും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ തൃപ്പാദത്തിൽ താഴ്ന്നിരിക്കുക. നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. മറ്റുള്ളവർ നമ്മൾക്ക് ഒരു വിലയും തരുന്നുണ്ടാകത്തില്ല. അവർ ചിലപ്പോൾ സ്റ്റാറ്റസ് നോക്കി, ഓ ഇത് ഇത്രയുള്ളല്ലോ, അല്ലെങ്കിൽ ഇവർക്കുടെ സ്റ്റാറ്റസ് ഇത്രയുള്ളല്ലോ എന്ന് നോക്കി നമ്മളെയൊക്കെ പലയിടത്തു നിന്ന് മാറ്റി നിർത്തുന്നുണ്ടാകും. അല്ലെങ്കിൽ പലരും നമ്മളെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകും. നമ്മളുടെ കണ്ണുനീര് കണ്ട് പുറകിൽ നിന്ന് ചിരിക്കുന്നുണ്ടാകും. പക്ഷേ ഇവിടെയൊക്കെ ദൈവം കണക്ക് പുസ്തകം അവിടെ വ്യക്തമായിട്ട് തുറന്നു വെച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ മുട്ടുമടക്കുവാനും കരയുവാനും തയ്യാറായി കഴിഞ്ഞാൽ ആ കരച്ചിലിൻ്റെ മറുപടി ദൈവം തരിക തന്നെ ചെയ്യും. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.